പ്രിയ ദൈവപൈതലേ, നിന്റെ പരാജയത്തിന്റെ നടുവിൽ നിന്നെ ഒറ്റയ്ക്ക് അവിടെ ഇട്ടച്ചു പോകുന്ന ഒരു ദൈവത്തെക്കുറിച്ച് അല്ല ഞാൻ ഈ പറയുന്നത്. പ്രിയ ദൈവപൈതലേ, നീ ഒരു വലിയ പരാജയത്തിനകത്തിൽ കൂടിയാണോ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നത്? പച്ച മലയാളം പറഞ്ഞാൽ തോറ്റ് തൊപ്പിയിട്ട് അല്ലെങ്കിൽ തോറ്റ് തുന്നം പാടി ഒരു രീതിയിലും വിജയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ വിജയിക്കാൻ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കുകയാണ്. നിങ്ങൾ ഈ വചനഭാഗം ഒന്ന് ശ്രദ്ധയോടെ കേൾക്കുക, അതിനനുസരിച്ച് വിശ്വസിക്കുക. എൻ്റെ ദൈവം നിശ്ചയമായും നിങ്ങളെ വിജയിപ്പിക്കും. എൻ്റെ ജീവിതത്തിൽ അനേക പരാജയങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ എന്നെ വിജയിപ്പിക്കാൻ ഇറങ്ങി വന്നത് പരിശുദ്ധാത്മാവാണ്. ഈ വചനത്തെ ഞാൻ യഥാർത്ഥമായി വിശ്വസിക്കുകയും ചെയ്തു. ശൗൽ എന്ന് പറയുന്ന ഇസ്രയേലിന്റെ ആദ്യത്തെ രാജാവിനോട് ദൈവം പറഞ്ഞു, യുദ്ധത്തിന് പോകുമ്പോൾ ആടുകളെയോ മാടുകളെയോ ഒന്നിനെയും ശേഷിപ്പിക്കരുത്, എല്ലാത്തിനെയും കൊന്നുകളയണം. ശൗൽ ആ ദൈവത്തിന്റെ കൽപ്പന കേട്ടില്ല. അത് മാത്രവുമല്ല, സാമുവേൽ പ്രവാചകൻ കാര്യത്തെ മനസ്സിലാക്കി ശൗലിന്റെ അരികിൽ വന്ന് സംസാരിക്കുമ്പോഴും അവൻ പറയുക, ദൈവത്തിന് യാഗമർപ്പിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതേ. ദൈവം പറഞ്ഞതിന് വിരോധമായി ചുവട് വെച്ചിട്ട് അതിനെ മറയ്ക്കുവാൻ വേണ്ടി, ആ തെറ്റിനെ ഒരു ആരാധന വസ്തുവാണ് എന്ന് പറഞ്ഞ് പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു ബുദ്ധിപരമായ നീക്കമാണ് ശൗലോടെ നടത്തിയത്. പക്ഷെ എന്ത് സംഭവിച്ചു? അവന്റെ മേൽ കിടന്ന ആ രാജകീയ അഭിഷേകം അവനിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുവാൻ ഇടയായി. പ്രിയരെ, ഇത് തന്നെയല്ലേ ഏദൻ തോട്ടത്തിലും സംഭവിച്ചത്? സ്ത്രീ ഫലം ഭക്ഷിച്ചു, അത് പുരുഷന് കൊടുത്തു. ദൈവം സായാഹ്നത്തിൽ വന്ന് ചോദിക്കുന്ന സമയത്ത് സ്ത്രീ ദൈവത്തോട് പറയുകയാണ്, സ്വന്തം തെറ്റിനെ ന്യായീകരിക്കാൻ പാമ്പിന്റെ തലയിലേക്ക് കുറ്റം വെക്കുന്നു. അടുത്തത് പുരുഷനോട് ചോദിക്കുമ്പോൾ പുരുഷൻ പറയുകയാണ്, നീ എനിക്ക് തന്ന സ്ത്രീ അവൾ എനിക്ക് തന്നു, ഞാൻ തിന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? പരസ്പരം പഴിചാരി രക്ഷപ്പെടുവാനുള്ള വലിയ ബുദ്ധിപരമായ നീക്കമാണ് അവിടെ സംഭവിക്കുന്നത്. അന്ന് മുതൽ ഇങ്ങോട്ട് തുടങ്ങിയതാണ്. ഇനി ശ്രദ്ധിച്ചേ, ദാവീദിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാഥാൻ എന്ന പ്രവാചകൻ തന്റെ മുമ്പിൽ കടന്നു വന്ന് താൻ ചെയ്ത അതിക്രൂരമായ വിഷയത്തെ ഒരു പ്രത്യേക ഉപമയിൽ കൂടെ വ്യക്തമാക്കിയപ്പോൾ ദാവീദിന് തന്റെ തെറ്റ് മനസ്സിലായി. ദൈവസന്നിധിയിൽ ഇത് കണക്കിട്ടു എന്ന് അവന് വ്യക്തമായ ബോധ്യം ലഭിച്ചപ്പോൾ രട്ടുടുത്ത് വെണ്ണീറിലിരുന്ന് കർത്തന്റെ സന്നിധിയിൽ താണുകൊടുത്തു. അതിന് മറുപടി അവിടെ ലഭിച്ചത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ വചനം പറയുകയാണ്, ദാവീദ് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. എത്ര കഠിനമേറിയ തെറ്റാ അവൻ ചെയ്തേ! രക്ഷപ്പെടാൻ കഴിയാത്ത നിലയിൽ ഒരു സ്ത്രീയെ മോഹിച്ച് ആ സ്ത്രീയുടെ ഭർത്താവിനെ യുദ്ധത്തിൽ മുമ്പിൽ നിർത്തി കൊന്നുകളഞ്ഞ് വല്ലാത്ത തന്ത്രങ്ങൾ മെനഞ്ഞ് ഒരു കുടുംബത്തെ മുഴുവൻ നിഷ്ഫലമാക്കി കളഞ്ഞ രാജാവിന്റെ ഗൂഢതന്ത്രം. പക്ഷേ അത് കണ്ട ദൈവം ഇറങ്ങി വന്ന് സംസാരിക്കുകയാണ്. ആ സമയത്ത് അവൻ യഥാർത്ഥമായി കർത്തന്റെ സന്നിധിയിൽ കർത്തന്റെ സന്നിധിയിൽ നിലവിളിച്ച് കരഞ്ഞപ്പോ ആ കരച്ചില് കണ്ടിട്ട് മറികടന്നു പോകാത്ത ദൈവം അവന് വേണ്ടി പ്രതിക്രിയ നടത്തുവാൻ വേണ്ടി ഇറങ്ങി വന്നു. അവൻ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചു, സത്യമാണ്. പക്ഷേ അവൻ വിടുവിക്കപ്പെട്ട് ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് സ്ഥാനം പിടിക്കുവാൻ ഇടയായി. പ്രിയരെ, നാമും ഇതുപോലെ പല തെറ്റിനകത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ, ജയിക്കാൻ കഴിയാത്ത നിലയിലുള്ള തെറ്റിനകത്ത് നിലനിൽക്കുമ്പോൾ, കരഞ്ഞ് നിലവിളിച്ച് നിലനിൽക്കുമ്പോൾ, കർത്തനെ അങ്ങല്ലാതെ സഹായിപ്പാൻ ആരുമില്ല എന്ന് പറയുന്ന സമയത്ത് കുഞ്ഞെ, ഞാൻ വ്യക്തമായി വിളിച്ചു പറയാം, നിന്നെ സഹായിക്കാൻ ഏതർത്ഥരാത്രിയിലും ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ഒരു അദൃശ്യമായ കരമുണ്ട്. ആ കരം നിശ്ചയമായും നിന്നെ സ്പർശിക്കും. ഞാൻ പ്രധാനപ്പെട്ട ഒരു ദൂതിലേക്കൂടെ കടന്നു വരട്ടെ. യേശു കർത്താവിന്റെ ക്രൂശീകരണം കഴിഞ്ഞപ്പോ യേശുവിന്റെ കൂടെ നിന്ന പത്രോസ് വലയും എടുത്ത് അധ്വാനത്തിനായിട്ട് മടങ്ങിപ്പോയി. അതായത് യഥാർത്ഥമായ ഒരു പിന്മാറ്റമാണ് അവിടെ കാണുന്നത്. താൻ പോയി എന്ന് മാത്രമല്ല, തൻ്റെ കൂടെ ഉണ്ടായിരുന്ന യേശുവിന്റെ അടുത്ത ശിഷ്യന്മാരെയും വിളിച്ചുകൊണ്ട് അവൻ പോയി. അവിടെ ചെന്ന് രാത്രി മുഴുവൻ അധ്വാനിച്ചു.
ഇവരുടെ ശൂന്യതയ്ക്കകത്തിൽ യേശുവിനെ എങ്ങനെയാണോ കണ്ടുമുട്ടിയത്, അതേപോലത്തെ സാഹചര്യത്തിനകത്തിൽ കൂടെ അവർ കടന്നു പോകുകയാണ്. ആ കടന്നു പോകുന്ന സമയത്ത് നോക്കിക്കേ, അവരെ വഴക്ക് പറയാനോ അവരെ ശാസിക്കാനോ നിൽക്കാതെ കനലിൽ മേൽ ചുട്ട അടയുമായി യേശു കർത്താവ് കടൽക്കരയിൽ നോക്കിയിരിക്കുകയാണ്. ആ നോക്കിയിരിക്കുന്ന കർത്താവ് അവരോട് വീണ്ടും പറഞ്ഞു, നിന്റെ ആ പരാജയത്തിനകത്തിൽ നീ കരയ്ക്ക് കയറി വരണ്ട. എന്താ ചെയ്യണ്ടേ? നീ ആഴത്തിലേക്ക് നീക്കി വലയിറക്ക്. ആ വലയിറക്കിയപ്പോ അവന് അസാധാരണമായ പെരുത്ത മീൻകൂട്ടം ആ സമുദ്രത്തിന്റെ അഗാധത്തിൽ നിന്ന് അവന് ലഭിച്ചു. കുഞ്ഞെ, നിന്നെ ദൈവം വിളിച്ച് വേർതിരിക്കുന്ന സമയത്ത് നീ ഇന്ന് അനുഭവിക്കുന്ന ആ പരാജയത്തിനകത്തിൽ കൂടെ നിന്നെ കൊണ്ടുപോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്റെ പരാജയത്തെ വിജയമാക്കി ആ വിജയത്തിനകത്തിൽ നീ സന്തോഷിച്ചിരിക്കുമ്പോൾ നീ കർത്താവിന്റെ സന്നിധിയിൽ വരണമെന്ന് എൻ്റെ കർത്താവ് ആഗ്രഹിക്കുകയാണ്. പ്രിയരെ, തോറ്റു തുന്നം പാടിയതുപോലെ നാം നിലനിൽക്കുമ്പോൾ, ആ ശൂന്യതയ്ക്കകത്ത് നിലനിൽക്കുമ്പോൾ, കണ്ണടയ്ക്കുമ്പോൾ കണ്ണുനീര് ധാരധാരയായി ഒഴുകി വരുന്ന സമയത്ത് കർത്തന്റെ സന്നിധിയിൽ ഒന്ന് പറയാമോ, അപ്പാ എനിക്ക് ജയിക്കാൻ പറ്റുന്നില്ല. ഇതെന്റെ പ്രാർത്ഥനയാണ് ഞാൻ പറയുന്നത്. എനിക്ക് ജയിക്കാൻ പറ്റുന്നില്ല. ഇന്ന വിഷയത്തിനകത്തിൽ എനിക്ക് കരകയറാൻ പറ്റുന്നില്ല. ഇത് ഒരു മനുഷ്യനോടും ഷെയർ ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ എൻ്റെ ദൈവത്തിന്റെ പാദപീഠത്തിലിരുന്ന് അപ്പാ എന്ന് വിളിച്ച് കരഞ്ഞാൽ, കർത്തന്റെ സന്നിധിയിൽ സാന്നിധ്യബോധത്തോടെ കയറിയിരുന്ന് അവിടെ ഇരുന്ന് കരയുമ്പോൾ ആ കർത്തന്റെ കരം നിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ ഇറങ്ങി വരും. അപ്പോസ്തലപ്രവൃത്തി 27 കടന്നു വരുമ്പോൾ അപ്പോസ്തലനാകുന്ന പൗലോസും കൂട്ടരും എല്ലാവരും വചനം പറയുകയാണ്, രക്ഷപ്പെടുമെന്നുള്ള ആശ നശിച്ചുപോയി. എന്നാൽ ആ രാത്രിയിൽ തന്നെ ദൂതൻ ഇറങ്ങി വന്നു. പൗലോസിനോട് ഹൃദ്യമായി സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രതിഭൂപത്തിലെ രക്ഷപ്പെടുമെന്നുള്ള ആശ നിന്റെ നഷ്ടപ്പെട്ടു പോയോ? നീ വലിയ പരാജയത്തിൽ കൂടിയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. വ്യക്തമായി വിളിച്ചു പറ, അബ്രഹാമിനെ ആ പരാജയത്തിന്റെ നടുവിൽ ശ്രേഷ്ഠമായി അനുഗ്രഹിച്ച ഒരു ദൈവത്തെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. തൻ്റെ ഭാര്യ പെങ്ങളാണ് എന്ന് പറഞ്ഞ കാരണത്താൽ ആ പെങ്ങളെ രാജാവ് തട്ടിക്കൊണ്ടുപോയി. വാഗ്ദത്തത്തിന്റെ തലമുറ ഇസഹാക്ക് പുറത്തു വന്നിട്ടില്ല. ആ പുറത്തു വരാത്ത ആ കാലഘട്ടത്തിൽ അബ്രഹാമിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അബ്രഹാമിന് ആ ഒരു സാഹചര്യത്തിൽ ഒരു കാര്യവും ചെയ്യുവാൻ കഴിയാതിരിക്കുന്ന സമയത്ത് ആരെ നോക്കിയാണോ അബ്രഹാം ഇറങ്ങിത്തിരിച്ചത്, ആ ദൈവം ആ രാജാവിന്റെ അന്തഃപുരത്തിനകത്ത് ഇറങ്ങിച്ചെത്തിട്ട് പറയുകയാണ്, ഈ സ്ത്രീയെ തുടരുത്, തൊട്ടാൽ നീ മരിക്കും. പ്രിയ ദൈവപൈതലേ, നിന്റെ പരാജയത്തിന്റെ നടുവിൽ നിന്നെ ഒറ്റയ്ക്ക് അവിടെ ഇട്ടേച്ചു പോകുന്ന ഒരു ദൈവത്തെക്കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. കർത്താവ് ചില സമയങ്ങളിൽ മിണ്ടാതെ ഇരിക്കുന്നു എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ മിണ്ടാതിരിക്കുകയല്ല, നിന്റെ ആ പരാജയത്തിനകത്ത് നിനക്ക് ജയിക്കുവാനുള്ള പലവിധമായ വഴികൾ ഇത് നിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു തരികയാണ്. ആ വഴി തുറക്കപ്പെടുമ്പോൾ അത് അസാധാരണമായ വഴിയുമായിരിക്കും. അനേക വഴികൾ ഒരുപോലെ തുറന്നു വരികയും ചെയ്യും. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ എന്നോട് ചേർന്നൊന്ന് പറയാൻ കഴിയുമോ, കർത്താവേ, എൻ്റെ പരാജയത്തെ വിജയമാക്കി മാറ്റുവാൻ ഈ ഉലകത്തിൽ ഒറ്റ ഒരു വ്യക്തിയുള്ളൂ. ആ വ്യക്തിത്വത്തിന്റെ പേരാണ് നസ്രയനാകുന്ന യേശു കർത്താവ്. ആ യേശു കർത്താവ് എന്നെ വിജയമാക്കും. കുടുംബജീവിതത്തിനകത്ത് പരാജയപ്പെട്ടിരിക്കുകയാണോ? തലമുറകളുടെ മുമ്പിൽ പോലും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നു. മാതാപിതാക്കളുടെയോ ബന്ധുക്കളുടെയോ ചാർച്ചക്കാരുടെയോ മുമ്പിൽ നീ ഒറ്റപ്പെട്ടവനായി മറ്റുള്ളവരുടെ കുറ്റപ്പെടലിനും ഒക്കെ നടുവിൽ തല ഉയർത്തുവാൻ കഴിയാതെ നിൽക്കുകയാണോ? ഞാൻ വ്യക്തമായി വിളിച്ചു പറയാം, നിന്റെ പരാജയങ്ങളുടെ നടുവിൽ നിന്നെ സ്നേഹിക്കുന്ന, കരുതുന്ന, നിന്നെ ശ്രേഷ്ഠമായി വർദ്ധിപ്പിക്കുന്ന, ഈ നിന്ദിച്ചവരുടെയും പരിഹസിച്ചവരുടെയും ഒക്കെ നടുവിൽ നിന്റെ തലയെ ഉയർത്തി മാനിക്കുന്ന ഒരു ദിവസം ഇതാ കടന്നു വരാൻ പോകുന്നു. അതുകൊണ്ട് പരാജയത്തിന്റെ ഭീതിക്കകത്ത് നിന്നു പോകാതെ ആ പരാജയത്തിനപ്പുറത്ത് എനിക്കൊരു വിജയമുണ്ട് എന്ന് പറഞ്ഞ് ചുവട് വെക്കുക. ദാവീദ് 18-ാം സങ്കീർത്തനത്തിൽ അത് തന്നെയല്ലേ വിളിച്ചു പറയുന്നത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ മതിൽ ചാടിക്കടക്കും. അതൊരു വിജയത്തിന്റെ സങ്കീർത്തനമല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ ശക്തിയോടെ ഈ വചനങ്ങളെ നിങ്ങൾ വിളിച്ചു പറയുക, എൻ്റെ ദൈവം എൻ്റെ സകല പരാജയങ്ങളെയും വിജയമാക്കി മാറ്റും. ഉറപ്പല്ലേ? അതുകൊണ്ട് വ്യക്തതയോടെ പ്രാർത്ഥിക്കുക.
അസാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെടും. നിങ്ങളൊരു പരാജയമല്ല എന്ന് ഉറപ്പോടെ വിളിച്ചു പറയും. മുഖം നോക്കുന്ന ആ കണ്ണാടിയുടെ മുമ്പിൽ ചെന്നിട്ട് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് വചനത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് വിളിച്ചു പറ, എൻ്റെ ദൈവത്താൽ ഞാൻ പരാജയമല്ല, എൻ്റെ ദൈവത്താൽ ഞാനൊരു അനുഗ്രഹമായിരിക്കും, എൻ്റെ ദൈവത്താൽ എൻ്റെ തലമുറകൾ ഉന്നത സ്ഥാനത്തേക്ക് ഉയർന്നു വരും, എൻ്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ആയിരിക്കും, എൻ്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ആയിരിക്കും. കുഞ്ഞെ, നീ ഒന്ന് പ്രഖ്യാപിച്ചു തുടങ്ങിക്കേ, നീ വായെടുത്തത് സംസാരിച്ചു തുടങ്ങിക്കേ. കെട്ട വാക്കുകൾ പറഞ്ഞ ആ വീട്ടിനകത്ത് നീ പരാജയത്തിനകത്തിൽ ഇരുന്നപ്പോൾ വായിൽ നിന്ന് വന്ന മ്ലേച്ഛതയുടെ വാക്കുകൾ ആ ഭിത്തിയിലും ആ വീട്ടിനകത്തിലുള്ള മറ്റ് സാധനങ്ങളുടെ എല്ലാം മുകളിൽ ആ വാക്കിന്റെ ശകലങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുകയല്ലേ? അതിന്റെ നടുവിൽ നീ വാഗ്ദത്തത്തെ വിളിച്ചു പറ, എൻ്റെ യേശു എന്നെ ഉയർത്താൻ പോകുന്നു, ഞാൻ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു, എൻ്റെ തലമുറ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു, ഞാൻ പരാജയം ആകത്തില്ല. നിന്റെ ജീവിതത്തിന്റെ മേൽ ഇങ്ങനെ പരാജയം കൊണ്ട് തരത്തക്ക നിലയിൽ നിന്ന സകല ശാപങ്ങളും അതെന്നിൽ നിന്നും പൊട്ടിമാറാൻ പോകുന്നു. യോശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കും. അങ്ങനെ തന്നെ വിശ്വസിച്ചിട്ട് വിളിച്ചു പറ, കുഞ്ഞെ, നിന്റെ പരാജയത്തെ പൊട്ടിക്കാൻ ആ കർത്താവ് ഇറങ്ങി വരും. അതിനെ നീ വിശ്വസിക്കണം. തോറ്റ് തുന്നം പാടി പരാജയപ്പെട്ട് ക്ഷേത്രത്തിന്റെ 2 തൂണിനകത്തിൽ കെട്ടിയിട്ട ഒരു മനുഷ്യന്റെ പേരാ ശിംശോൻ. ആ ശിംശോൻ അവസാന നിമിഷം അവന്റെ കണ്ണൊക്കെ കുത്തിപ്പൊട്ടിച്ച് അതെല്ലാം ചൂഴ്ന്നെടുത്ത് ശത്രുക്കൾ കളഞ്ഞു. പക്ഷേ ചങ്ങലകൾ കൊണ്ട് കൈ രണ്ടും ബന്ധിക്കപ്പെട്ട് ആ തൂണിലേക്ക് വലിച്ച് കെട്ടിയിട്ടിരിക്കുമ്പോൾ അവൻ അവസാന നിമിഷം ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, കർത്താവേ, എന്നെ ഒന്ന് സഹായിക്കണമെന്ന്. എന്താ അവിടെ സംഭവിച്ചത്? ദൈവത്തിന്റെ ശക്തി അവന്റെ മേൽ ശക്തിയോടെ അവന്റെ പ്രാർത്ഥനയുടെ ബലത്തിനനുസരിച്ച് ഇറങ്ങി വന്നു അവിടെ ഉണ്ടായിരുന്ന സകല ശത്രുക്കളെയും അവൻ പൂർണ്ണമായിട്ടും തകർത്ത് കളയുവാൻ ഇടയായി. പ്രിയരെ, അങ്ങനെയെങ്കിൽ ഇന്ന് പറ, കർത്താവേ, ഞാൻ ഈ പരാജയത്തിനകത്ത് ഒതുങ്ങിപ്പോകാനുള്ളവനല്ല, ശൂന്യനായി രോഗം പിടിച്ച് മരണത്തിന് കീഴ്പ്പെട്ടു പോകാനുള്ളവനല്ല. ഞാൻ പരാജയത്തെ ജയിച്ച് കയറി വരുന്ന ഒരു ദിവസമുണ്ട്. ഞാൻ വീണുപോയ മണ്ണിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് വരും. എൻ്റെ ദൈവം എന്നെ സഹായിക്കും. ഈ ഉറപ്പുള്ളവർ ആമീൻ പറയുക. കൂടെ നിൽക്ക്, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. പ്രിയ നല്ല കർത്താവേ, എന്നെ ഇന്ന് ഈ മീഡിയയിൽ കൂടെ ശ്രദ്ധിച്ച സകല വ്യക്തിത്വങ്ങളെയും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പരാജയത്തെ വിജയമാക്കുവാൻ, തോറ്റ് തുന്നം പാടി ഇരിക്കുന്നത് പോലെ അവസ്ഥയ്ക്കകത്തിൽ നിന്ന്, ബലം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയ്ക്കകത്തിൽ നിന്ന് നാഥ, അങ്ങയുടെ കരമൊന്ന് അടുത്തു വന്ന് ചേർത്ത് നിർത്തി അസാധാരണമായ ഒരു ദൈവ കൃപയെ പകർന്ന് ഞങ്ങളെ വിജയത്തിലേക്ക് അവിടുന്ന് ഒന്ന് കൂട്ടിക്കൊണ്ട് പോകണമപ്പ. ഞങ്ങളെ നിന്ദിച്ചവരുടെ പരിഹസിച്ചവരുടെ ഒക്കെ നടുവിൽ അപ്പായെ അവിടുന്ന് തല ഉയർത്തി ഒന്ന് നിർത്തണമപ്പ. ഞങ്ങളുടെ സന്നിധിയിലേക്ക് പൂർണ്ണമായും സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ ശക്തി അധികമായി വെളിപ്പെടുത്തണം, അനുഗ്രഹിക്കണം. ഈ ജനം ഒരു അനുഗ്രഹമായി തീരട്ടെ, ഇവരൊരു അത്ഭുതമായി തീരട്ടെ. കരയുന്നവരുടെ ജീവിതത്തിൽ, രോഗത്തിൽ ബന്ധിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ, തലമുറയില്ലാത്തവരുടെ വിഷയത്തിന്റെ മേൽ, കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് കരയുന്നവരുടെ മേൽ, ഈ വിവിധങ്ങളായ ആവശ്യങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ അസാധാരണമായ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് തന്നെ അവിടുന്ന് ചെയ്യേണ്ടുന്നതിന് കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരത്ഭുതം സംഭവിക്കട്ടെ, അനുഗ്രഹിച്ചാട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളും ചേർന്ന് പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. I bless you in Jesus' name. Amen.